ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു നമ്മോട് ചോദിച്ചാൽ നമ്മൾ പറയും രണ്ടാള്. ഒന്ന് ഹസനും റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ ഹുസൈൻ റളിയല്ലാഹു അൻഹും ആയിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അവർക്ക് 2 കുട്ടികളല്ല ഉണ്ടായിരുന്നത്, 5 കുട്ടികൾ ഉണ്ടായിരുന്നു. 3 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. ഈ സത്യം ഒരുപാട് ആളുകൾക്ക് ഇത് അറിയാഞ്ഞിട്ടാണ് യഥാർത്ഥം നമ്മളെല്ലാവരും സംസാരിക്കുമ്പോഴൊക്കെ ഹസൻ ഹുസൈൻ തങ്ങൾ പാപ്പാന്റെ പേരാണ് കൂടുതൽ ഉച്ചരിക്കാറുള്ളത്. ഫാത്തിമ ബീവിയുടെ മൂത്ത മകനാണ് ഹസൻ തങ്ങൾ പാപ്പ, രണ്ടാമത്തെ മകനാണ് ഹുസൈൻ തങ്ങൾ പാപ്പ, മൂന്നാമത്തത് മുഹസിൻ എന്നവരാണ്. അത് കഴിഞ്ഞാൽ 2 പെൺമക്കളുണ്ട്. ഒന്ന് ഉമ്മു കുൽസു റളിയല്ലാഹു അൻഹ, രണ്ടാമത്തെ സൈനബ് റളിയല്ലാഹു അൻഹ. ഇങ്ങനെ 5 ആളുകൾ ഫാത്തിമ ബീവിക്ക് ഉണ്ടായിരുന്നു. ഇത് പോലെ ഒരുപാട് ചരിത്രങ്ങൾ ഫാത്തിമ ബീവിയെ കുറിച്ച് നമുക്കറിയാത്ത പല കാര്യങ്ങളുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബൂവത്തിന് ശേഷം, അതായത് 40 വയസ്സ് നുബൂവത്ത് കിട്ടിയതിന് ശേഷം ഉണ്ടായ കുട്ടിയാണ് ആര്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവിടുന്ന് മുത്തുനബി പലപ്പോഴും പറയുമായിരുന്നു ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന്. ഫാത്തിമ ബീവി നല്ല ഒരു കവിയത്രിയായിരുന്നു, അതായത് ഒരു എഴുത്തുകാരി, നല്ല എഴുതും കവിത എഴുതുന്ന ഒരു സ്വഭാവം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയിൽ ഉണ്ടായിരുന്നു. ഏതുപോലെ മുത്തുനബിന്റെ ഉമ്മ, അതായത് ഫാത്തിമ ബീവിയുടെ വല്യുമ്മ, മുത്തുനബിന്റെ ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹ നല്ല എഴുതുമായിരുന്നു. അത് മുത്തുനബിന്റെ ചരിത്രം പറയുമ്പോൾ അവിടുന്ന് അബ്ദുള്ള എന്നവരെ കുറിച്ച്, അതായത് മുത്തുനബിന്റെ ഉപ്പയെ കുറിച്ച് കവിത എഴുതിയ ഒരുപാട് രംഗങ്ങളൊക്കെ ഉണ്ട്. ആ ഉപ്പ തിരിച്ചു വരാതെ ഫസ്റ്റ്, അതായത് കുറച്ച് ദിവസങ്ങളെ ഉപ്പയും ഉമ്മയും ജീവിച്ചിട്ടുള്ളൂ. ഈ ഉപ്പയും ഉമ്മയും കൂടിയുള്ള ജീവിതത്തിന്റെ ഇടയിൽ പിന്നെ ഉപ്പ കച്ചവടത്തിന് പോകുന്നതും അതുപോലെ തന്നെ വയറ്റിലുള്ള സമയത്ത് ഉപ്പനെ കുറിച്ച് എഴുതിയ കവിതകളൊക്കെ വലിയ സംഭവങ്ങൾ, നമ്മൾ ഒരുപാട് ചരിത്രങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഇപ്പം ഇന്നത്തെ ദിവസം റമളാൻ 3 പറ്റിയുള്ള ചരിത്രമാണ് ഇൻഷാല്ലാ നമ്മൾ ചെയ്യുന്നത്. റമളാൻ 3 ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഹിജ്റ 11 റമളാൻ 3 ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് 1 മണിക്കൂറിലധികം സമയം ഇരുന്നിട്ട് ഒരുപാട് വസിയത്തുകൾ ഫാത്തിമ ബീവി അവിടുന്ന് പറയുകയുണ്ടായി. വലിയ സങ്കടങ്ങളും വിഷമങ്ങളും നിറഞ്ഞ ഒരുപാട് ചരിത്രങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്ത് ആയി 6 മാസം മാത്രമാണ് ഫാത്തിമ ബീവി ജീവിച്ചിരിക്കുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നതിന് മുമ്പ് അലി റളിയല്ലാഹു അൻഹു വേറെ കല്യാണങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ അലി റളിയല്ലാഹുവിന് എത്ര കുട്ടികളുണ്ടെന്ന് ചോദിക്കും. അലി റളിയല്ലാഹുവിന് ധാരാളം കുട്ടികളുണ്ടായിരുന്നു. കാരണം ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന സമയത്ത് അലി റളിയല്ലാഹുവിന് ഒരു വസിയത്ത് കൊടുത്തിരുന്നു. ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ നിങ്ങൾ വേറെ വിവാഹം കഴിക്കണം. അതിനെപ്പറ്റി ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. എന്റെ കുട്ടികൾക്ക് ഒരു ദിവസം നിങ്ങൾ മാറ്റിവെക്കണം, മറ്റുള്ളവർക്കൊക്കെ മാറ്റിവെക്കണതിൽ നിന്നും ഒരു ദിവസം എന്റെ കുട്ടികൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം മാറ്റിവെക്കണം. എന്റെ കുട്ടികളെ എങ്ങനെ നോക്കണം എന്ന് വരെയുള്ള വിഷയങ്ങൾ വരെ വ്യക്തമായി സംസാരിച്ചിട്ട് അലി ഇബ്നു അബീ ത്വാലിബിനോട് ഞാൻ എന്റെ ഉപ്പയിലേക്ക് ഇന്ന് ചേരാൻ പോവുകയാണ് എന്നുള്ള ആ സന്തോഷ വാർത്ത അറിയിക്കുകയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആകെ വിഷമിക്കുകയും അവിടുന്ന് പറയുന്നുണ്ട്, ഞാന് എന്റെ ഹബീബ്, അതായത് എന്റെ അമ്മോഷനെ, അതായത് ഭാര്യന്റെ ഉപ്പൻ മാത്രമല്ല ഒരുപാട് ബന്ധങ്ങൾ അവര് തമ്മിലുണ്ട്. അതായത് മൂത്താപ്പി അളാപ്പി മക്കളാണ്. പിന്നെ അതുപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബായിട്ടുള്ള ബന്ധം അലി റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബി കൂടെ കൂട്ടിയത് വളരെ ചെറുപ്പത്തിൽ കൂട്ടിയതാണ്. അങ്ങനെ ബന്ധങ്ങളുണ്ട്. ഇസ്ലാമിലേക്ക് ആദ്യം വന്ന കുട്ടികളെ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അലിയാണ്. അങ്ങനത്തെ ഒരുപാട് കുട്ടികളെ കൂട്ടത്തിലട്ടോ, കുട്ടികളെ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അലി റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ തന്നെ സ്ത്രീകളിൽ നിന്നും ആദ്യം കടന്നു വന്നത് ഖദീജ ബീവിയാണ്. അതുപോലെ തന്നെ പിന്നെ മുതിർന്നവരിൽ നിന്നും ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതൊക്കെ വലിയ ഇഷ്കിന്റെ ലോകാണ്. അപ്പം അവരൊക്കെ മുത്തുനബിനെ അത്രത്തോളം പ്രിയം വെച്ചിട്ടുണ്ട്. നമ്മൾ റൂട്ട് മാറുന്നുണ്ട്. അപ്പം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പിന്നെ വഫാത്തായതിനു ശേഷം അലി റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിരുന്നു. ആ വിവാഹത്തിൽ ഏകദേശം 14 ആൺകുട്ടികൾ, പല വിവാഹങ്ങളിലായിട്ട് അലി റളിയല്ലാഹു അൻഹു 14 ആൺകുട്ടികളും അതുപോലെ തന്നെ 17 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. മൊത്തം 31 കുട്ടികൾ അലി റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. ഇതൊന്നും നമ്മൾ പലരും അറിയപ്പെടാത്ത ചരിത്രങ്ങളാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വഫാത്തിന്റെ ശേഷം മറവ് ചെയ്തത് രാത്രിയാണ്. ഈ രാത്രി മറവ് ചെയ്തതിന്റെ പിന്നിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന അവിടുത്തെ ഒരു മനസ്സ് സൂക്ഷിപ്പുകാരി എന്നൊക്കെ പറയില്ല, നമ്മളെ കൂടുതൽ എപ്പോഴും ഉണ്ടാവില്ല, നമ്മളായിട്ട് ബന്ധപ്പെട്ട ഒരാള്. അതുപോലെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അസ്മാഹു ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ എന്നവര്
ഫാത്തിമ ബീവിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരാളാണ്. ഇവരോട് പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തില് ഒരു ദിവസം അവര് പറയുകയുണ്ടായി, ഞാൻ വഫാത്തായി കഴിഞ്ഞാല് എന്നെ പൊതുവെ അവിടെ മദീനയുടെ ഭാഗത്തൊക്കെ വഫാത്തായി കഴിഞ്ഞാല് ഒരു പലകമ്മൽ കിടത്തിട്ട് നേരെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ടാല്. അപ്പം ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്റെ ശരീരത്തിന്റെ വെടിവുകളും മറ്റും പുറം ലോകം കാണുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അപ്പം രാത്രിയിലും ആകലാണ് നല്ലത് വഫാത്ത് മറവ് ചെയ്യല് എന്ന് ഫാത്തിമ ബീവി പറഞ്ഞിരുന്നു. അല്ലാതെ രാത്രി അവിടെ മറവ് ചെയ്യൽ പതിവുള്ളതാട്ടോ. അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാത്രിയാണ് മറവ് ചെയ്തത്. അതുപോലെ തന്നെ ഒരുപാട് ചരിത്രങ്ങൾ, അതായത് മുത്തുനബിന്റെ പള്ളി, മദീനത്തെ പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീ ഉണ്ട്. അവര് ഇതേപോലെ മരണപ്പെട്ട സമയത്ത് മുത്തുനബി പോലും അറിഞ്ഞിട്ടില്ല. അവര് വേഗം മറവ് ചെയ്തിട്ടുണ്ട്, രാത്രിയാണ് മറവ് ചെയ്തത്. അപ്പോ അങ്ങനെ രാത്രി മറവ് ചെയ്യുന്ന ശീലം അവിടെ ആദ്യം ഉള്ളതാണ്. പക്ഷെ ഇത് ഒരു വസിയത്ത് പറഞ്ഞിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ഒരു വസിയത്ത് പറഞ്ഞു, എന്നെ രാത്രി ആയാലും അർദ്ധരാത്രി മറവ് ചെയ്യുക, അത് മാത്രമല്ല കൂടുതൽ ആരും അറിയിക്കരുതും എന്ന് പറഞ്ഞിരുന്നു. കാരണം പൊതുവെ അവിടെ അറിയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രാജാവിന്റെ ലെവലിലുള്ള ആളുകളൊക്കെ വന്ന് അവിടുത്തെ മുത്തവന്റെ കീഴിലൊക്കെ ആയിരിക്കും ഇതിന്റെ ജനാസ നിസ്കാരങ്ങളൊക്കെ നടക്കുക. അപ്പൊ അതിനൊന്നും നിൽക്കരുത്, കഴിയുന്നതും വേഗം മറവ് ചെയ്യുക എന്നായിരുന്നു. വേഗം ആരും അറിയിക്കാതെ രാത്രിയുടെ വളരെ ഇരുണ്ട സമയത്ത് മറവ് ചെയ്യാനായിരുന്നു ഫാത്തിമ ബീവി അവിടുന്ന് വസിയത്ത് ചെയ്തത്. അതിലൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. കാരണം മരണപ്പെട്ട് കഴിഞ്ഞാൽ പോലും എന്റെ ശരീരത്തിന്റെ പിന്നെ ആ ഒരു രൂപം വേറെ ആരും കാണുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി. അപ്പം വലിയ വലിയ സംഭവങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ഏതായാലും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ രാത്രിയിലാണ് മറവ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായി. അസ്മാ റളിയല്ലാഹുവിനോട് പറയുമായിരുന്നു ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ അസ്മാ ബീവി പറഞ്ഞു, ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അബ്സീനിയയിലായിരുന്നു അസ്മാ ബീവി ഉണ്ടായിരുന്നത്, അവിടുത്തെ ഭർത്താവിന്റെ കൂടെ. അപ്പൊ അബ്സീനിയ എന്ന രാജ്യത്ത് കൂടുള്ള ഒരു പെട്ടിയിലാക്കി കൊണ്ടുവന്ന ഒരു രൂപം അവിടുന്ന് അസ്മാ ബീവി കണ്ടിരുന്നു. കൂടുള്ള പെട്ടി പറഞ്ഞാല് നമ്മൾ ഇവിടെ മദീനത്ത് കാണുന്ന ഒരു പലകമ്മൽ വെച്ചിട്ട് നേരെ ജനാസ വെച്ച് കൊണ്ടുപോയാലാണ്. പക്ഷെ അസ്മാ ബീവി ഇങ്ങനെ ഭർത്താവിന്റെ കൂടെ അബ്സീനിയ ഭാഗത്ത് പോയ സമയത്ത് അവിടെ നിന്നും കണ്ടിട്ടുണ്ട് ഒരു പലകന്റെ മുകളില് ജനാസ വെച്ചതിന് ശേഷം അതിനൊരു മൂടിയിടുന്ന സമ്പ്രദായം ഫാത്തിമ ബീവിയോട് പറഞ്ഞപ്പോ ഫാത്തിമ ബീവിക്ക് ഭയങ്കര സന്തോഷമായി. അത് രാത്രി ആകുക, അതിന്റെ പുറമെ ഒരു മൂടിയിടുക, മൂടിയുടെ പുറമെ ഒരു ശീലയും വെക്കുന്ന ഒരു ശീലം. അതായത് ഈ പിന്നെ ജനാസയുടെ മുകളിൽ മൂടി വെക്കുന്ന ആദ്യം തന്നെ മദീനത്ത് ഈ സംഭവം വന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ ജനാസ കൊണ്ടുപോകുമ്പോഴാണ്. അത് അങ്ങനത്തെ ഒരു വസിയത്ത് പറഞ്ഞതാണ്. അപ്പൊ ഈ സംഗതി ഒന്ന് കിട്ടിയേ മനസ്സിലായല്ലോ. അതുപോലെ തന്നെ അവിടുത്തെ ജനാസക്ക് അന്ന് രാജാക്കന്മാരോ അന്ന് അങ്ങനെ പ്രത്യേക ആരുകളല്ല ഇമാമത്ത് നിന്നത്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസക്ക് ഇമാമ് നിന്നിരുന്നത്. അതുപോലെ തന്നെ ഫാത്തിമ ബീവിയെ കുറിച്ച് ഈ ഷിയാക്കളുടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിട്ടുണ്ട്. അത് പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ ഉടനെ ജനാസയുടെ കർമ്മങ്ങൾ ഉണ്ടല്ലോ, അതായത് പിന്നെ കഫൻ ചെയ്യലും പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായും അതുപോലെ തന്നെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹും അവിടുത്തെ കുട്ടികളും ആ ഒരു സഭയിലില്ലായിരുന്നു. അതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഒന്ന്, ഉപ്പന്റെ വഫാത്ത് അത് പിന്നെ ഫാത്തിമ ബീവിന്റെ അടുത്ത് തന്നെ ആയിരുന്നു. അത് വേറെ ചരിത്രമാണല്ലോ. അപ്പം പിന്നെ ഈ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് അവർ ആ ഒരു സദസ്സിലില്ല. അപ്പൊ അതിനെ ചൊല്ലി കുറെ ആളുകൾ വേറെ പല രൂപത്തിൽ പറഞ്ഞുണ്ടാക്കുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും അവിടെ വീട്ടിലേക്ക് കാണാൻ വന്നതിനും, അതായത് ഇവരെ വീട്ടിലേക്ക് കയറി ചെന്നതിനും, ആ ചെല്ലുന്ന സമയത്ത് വാതിലിൽ ഒരു ആണി ഉണ്ടായിരുന്നെന്നും, അങ്ങനെ ഒരുപാട് അതിനൊരു ചരിത്രങ്ങൾ, ആ ആണി ഗർഭാശയത്തിലേക്ക് എറിഞ്ഞിന്നും അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പലതും പല സ്ഥലത്തിനും കേൾക്കാം. അതൊന്നും ഒരു വ്യക്തമായ സത്യമായ ചരിത്രങ്ങളല്ല. അതുപോലെ തന്നെ എന്തായാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഒന്നും ഫാത്തിമ ബീവിയുടെ നേരെ നിൽക്കൂലുള്ളത് ഒരു ഇത്തിരി ഭക്ഷണം കഴിക്കുന്ന ആർക്കും തിരിച്ചറിയുന്നതാണ്. കാരണം ഞാൻ ഈ ചരിത്രം പറയാൻ കാരണം ഷിയാക്കളെ ചരിത്രത്തിൽ ഞാൻ ഇതിന്റെ ഇടയിൽ കേട്ടു. ഷിയാ ചരിത്രത്തിന്റെ ഇടയിൽ ഫാത്തിമ ബീവിയെ കുറിച്ച്, അതായത് ഉമർ റളിയല്ലാഹുവിന് അവിടുത്തെ വീടിന് തീ കൊടുത്തതിനും അങ്ങനെ വീട് കത്തിയെന്നും അങ്ങനെ ഫാത്തിമ റളിയല്ലാഹുവിന് അതിലൂടെയാണ് മരണപ്പെട്ടതെന്നും അങ്ങനെ പല വിഷയങ്ങളൊക്കെ ഈ ഷിയാക്കളുടെ ഇടയിലുള്ള പല വിശ്വാസങ്ങളുണ്ട്. അതൊന്നും സുന്നത്തമാത്തിന്റെ വിശ്വാസങ്ങളല്ല. അങ്ങനെ നമ്മൾ ഉണ്ണി കേൾക്കുകയാണെങ്കിൽ തന്നെ അത് ഒരു ചുവട് കൂടെ കേട്ട് മറ്റേ ചുവട് കൂടെ തള്ളിക്കളയുക. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നതിന് മുമ്പ് അവിടുത്തെ പ്രിയ ഭർത്താവിനെ പിടിച്ചിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇന്ന് പോവുകയാണ്. കാരണം അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു വരുമ്പോ വീട്ടിൽ നല്ല അത്രയൊക്കെ പൂശി നല്ല വൃത്തിയായി നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഫാത്തിമ ബീവിയാണ് കാണുന്നത്. അപ്പൊ ഫാത്തിമ ബീവി പറയുന്നുണ്ട്, പിന്നെ ഞാൻ ഇന്നൊരു യാത്ര തിരിക്കുന്നുണ്ട്. അപ്പൊ അലി റളിയല്ലാഹു നല്ല സന്തോഷത്തിൽ എവിടേക്കാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ ഉപ്പയിലേക്കാണ് പറഞ്ഞ ആ ഒരു രംഗം
അലി റളിയല്ലാഹു അൻഹു ആകെ ചങ്ക് തകർന്ന് കിടക്കുന്ന രംഗണ്ട്. കാരണം എന്താണ് ഞാൻ ഈ കേൾക്കുന്നത് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അവിടുത്തെ ആ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്ന ആലിംഗനം ചെയ്യുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആ വീടിന്റെ ഉമ്മരത്ത് ഇങ്ങനെ നടക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. കാരണം ഫാത്തിമ ബീവി അതിയായ സന്തോഷത്തിലാണ് കുട്ടികളൊക്കെ മാറ്റി ഒരുക്കുന്നത്, കുട്ടികൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കുന്ന കുട്ടികളൊക്കെ അത്തർ പൂശി ഇരുത്തുന്നത്. കാരണം ഞാൻ നിന്റെ ഉപ്പാന്റെ അടുത്തേക്ക് പോവുകയാണ് എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉള്ളത്. പക്ഷെ അലി റളിയല്ലാഹു അൻഹു അപ്പോഴും പറയുന്നുണ്ട്, ഞാന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ഒരു വിഷമം തന്നെ എന്നിൽ നിന്ന് വിട്ടു കളഞ്ഞിട്ടില്ല ഫാത്തിമ. അതിനു മുമ്പ് നിന്റെ ഈ ഒരു സംസാരം കേൾക്കാനുള്ള ഒരു താക്കത്ത് ഈ അലിക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്ന ഒരു രംഗമുണ്ട്. വല്ലാത്തൊരു രംഗങ്ങളാണ് അതൊക്കെ. അപ്പം അത്രത്തോളൊക്കെ പറഞ്ഞ് വസിയത്ത് ചെയ്തു, ഒരു മണിക്കൂറിലധികം. ആ വസിയത്തുകളൊക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നമ്മൾ സംസാരിക്കണം. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഒരു സമയത്ത് സംസാരിക്കുന്നതാണ്. അപ്പൊ ഇത്ര വലിയ വസിയത്തൊക്കെ കൊടുത്തു വഫാത്തായ ഫാത്തിമാവിയെ പറ്റിയാണ് ഇവര് പറഞ്ഞത്. വീടിന് തീ കൊടുത്തിട്ടാണ് വഫാത്താക്കിയത്. എന്തൊക്കെ അതേതായാലും അതൊക്കെ വേറൊരു സൈഡ്, അതൊക്കെ ഷിയ വിഭാഗത്തിന്റേതാണ്. ഏതായാലും സുന്നത്ത് ജമാഅത്തിന്റെ അല്ല. ഇൻഷാ അല്ലാഹ് അത് കരുതിയിരിക്കുക. അതുപോലെ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നടത്തം, അതുപോലെ എങ്ങനെയാണോ മുത്തുനബി നടന്നിരുന്നത്, ഒരു മലയുടെ മുകളിൽ നിന്നും ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഒരിങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ട് ഇറങ്ങുക, അതേ നടത്തമായിരുന്നു ആർക്ക് കിട്ടിയിരുന്നത്? ഫാത്തിമ ബീവിക്ക് കിട്ടിയിരുന്നത്. മുത്തുനബിന്റെ നടത്തം, അതുപോലെ തന്നെ സംസാരം. ആ സംസാരം മാത്രമല്ല, സംസാരത്തിന്റെ ആ ഒരു ശൈലി ഉണ്ടല്ലോ, മുത്തുനബി സംസാരിക്കുന്ന അതേ ശൈലിയിലായിരുന്നു ഫാത്തിമ ബീവി സംസാരിക്കുന്നത്. അതായത് മുത്തുനബി പലപ്പോഴും പറയുമായിരുന്നു ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന്. അപ്പൊ അതേ രൂപം എല്ലാത്തിലും ഉണ്ടായിരുന്നു. ഹബീബായ തങ്ങൾ കളവ് പറയാത്ത തങ്ങളാണ്. അപ്പൊ തങ്ങളെ നാവിൽ നിന്നും എന്ത് വന്നോ അത് സംഭവിക്കും. അതാണല്ലോ അതിന്റെ യഥാർത്ഥം. കാരണം മുത്തുനബിന്റെ 2 പെൺമക്കളെ കല്യാണം കഴിച്ചത് അബൂലഹബിന്റെ 2 കുട്ടികളായിരുന്നു. ആ കുട്ടികള് മുത്തുനബി ഇസ്ലാമിനെ പറ്റി പ്രചരണം നടത്തിയപ്പം അബൂലഹബ് എന്ത് ചെയ്യാണ്, അവന്റെ കുട്ടികളോട് അവരെ കാര്യം തീർക്കാൻ പറയുന്നുണ്ട്. അപ്പോ ഈ 2 പെൺമക്കളെയും കാര്യം തീർക്കുന്ന സമയത്ത് മൂത്ത ആൺകുട്ടി എന്ത് ചെയ്ത്, അബൂലഹബിന്റെ മൂത്ത മകൻ എന്ത് ചെയ്ത്, മുത്തുനബിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. വല്ലാത്തൊരു രംഗാണ്. കാരണം ഹബീബായ തങ്ങളെ മുഖത്തേക്ക്, അതായത് സ്വന്തം അമ്മോഷൻ അത് കാര്യം തീർക്കാണ്. അപ്പൊ കാര്യം തീർക്കാൻ വാപ്പ പറയാണ്, അബൂലഹബ് പറയാണ്, മുത്തുനബിന്റെ മൂത്താപ്പ പറയാണ് കാര്യം തീർക്കണമെന്ന്. അപ്പം ഇങ്ങനെ ഈ തലാക്ക് ചെല്ലുന്ന സമയത്ത് മുത്തായ തങ്ങളെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുന്ന ഒരു രംഗണ്ട്. അപ്പൊ മുത്തുനബിന്റെ കൺട്രോൾ കൈമന്നാണ്ട് പോയി. സത്യം വിളിച്ചു പറയുമ്പം എല്ലാം നഷ്ടപ്പെടും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ വരും എന്നുള്ളത് സത്യമാണ്. അത് പണ്ട് ബർക്കത്ത് ബിൻ നൗഫൽ പറഞ്ഞിട്ടുണ്ട്, ഈ കുട്ടി ഒറ്റപ്പെടുന്ന ഒരു കാലം വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. നുബുവത്ത് ഇറങ്ങിയ സമയത്ത് ഇക്ര ഓതിയില്ലേ, അന്ന് ആ സമയത്ത് ആ ചരിത്രമൊക്കെ ഇപ്പൊ പറഞ്ഞ സമയം പോകും. അപ്പം ആ സമയത്ത് ബർക്കത്ത് ബിൻ നൗഫൽ പറഞ്ഞിട്ടുണ്ട്, വീടും നാടും വിട്ടു പോകേണ്ടി വരും, ഒറ്റപ്പെടുന്നു. ആ ഒരു അവസ്ഥ, അതുവരെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന തങ്ങളെ ഒറ്റടിക്ക് എന്ത് ചെയ്യാണ്, മുത്തുനബി ജനിച്ച സമയത്ത് എന്റെ അനുജന്റെ കുട്ടി ആൺകുട്ടിയാണ് എന്നുള്ള സന്തോഷത്തിൽ ഇന്തെന്ന സ്ത്രീയെ, അടിമ സ്ത്രീയെ പറഞ്ഞു വന്നതിന്, അതായത് നന്ദ്രവന്റെ ഭാര്യ ആമിന ബീവി പ്രസവിച്ചിട്ടുണ്ട്, അത് ആൺകുട്ടിയാണ് എന്ന് കേട്ടതിന്, അതായത് മുത്തുനബി ആണ് എന്ന് അറിഞ്ഞാലല്ല, ആൺകുട്ടിയാണ് എന്ന് കേട്ടതിന് വേണ്ടി ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചതിനാണ് ഇന്നും അബൂലഹബിന് സ്വർഗീയ ലോകത്ത് 2 വിരലിന്റെ ഉള്ളിൽ കൂടെ വെള്ളം കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പം അത് മുത്തുനബിനെ ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ എന്തും കിട്ടും എന്നുള്ളതിന് തെളിവ് തന്നെയാണ്. കാരണം പിന്നീടുള്ള അബൂലഹബിന്റെ ചരിത്രങ്ങളൊക്കെ മോശമായിരുന്നു. അത് മോശം എന്ന് പറഞ്ഞു വെച്ചാൽ അബൂലഹബിനെ പറ്റിയിട്ടൊരു സൂറത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട്, തബ്ബത്ത് യദാ അബീ ലഹബിൻ വത്തബ്, അബൂലഹബും അവന്റെ കുടുംബവും നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ആയത്തൊക്കെ ഇറങ്ങിയ വലിയ രംഗാണ്. അപ്പം ഈ മുത്തുനബി നമ്മൾ പറഞ്ഞ വിഷയത്തിന് മാറി, മുത്തുനബിയുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പി ആര്, അബൂലഹബിന്റെ മൂത്ത മകന്, അതായത് മുത്തുനബിന്റെ മരുമകന്. ആ ഒരു കാർക്കിച്ച് തുപ്പിയ സമയത്ത് മുത്തുനബിന്റെ വായിൽ നിന്നും അങ്ങ് വീണു പോകുന്നുണ്ട്, അന്നെ നരി പിടിച്ചു പോകുമടാ എന്ന്. അതെ, ആ ഒരു സങ്കടത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. ഹബീബായ തങ്ങള് ജീവിതത്തിൽ ആരോടും അങ്ങനെ പറഞ്ഞതായിട്ടോ പിന്നീടോ അതിന് മുമ്പേ അതിന്റെ ശേഷമോ ഇല്ല. തങ്ങളുടെ മനസ്സിന്റെ വിഷമം, അതായത് 2 കുട്ടികളെ മുന്നിൽ നിന്നും തലാക്ക് ചെല്ലുന്ന ഒരു അവസ്ഥ ഇങ്ങനെ കാണുകയാണ്. അതും സ്വന്തം മൂത്താപ്പയും മരുമക്കളും നേരെ നിൽക്കുന്ന ഒരു സമയം വന്നപ്പോ മുത്തുനബിന്റെ കയ്യിൽ നിന്നും പോയി, ഹബീബായ തങ്ങളെ കയ്യിൽ നിന്നും പോയൊരു വാക്കാണ് അന്നെ നരി പിടിച്ചു പോകുമടാൻ. അതായത് ഒരു സങ്കടമുള്ള വാക്ക് പോലെ പറഞ്ഞ, ആ സൗദി അറേബ്യന്റെ ആ ഭാഗത്തൊരു നരി എന്ന് പറഞ്ഞ സാധനം ഇല്ല. പക്ഷെ അത് പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബിന്റെ നാവ് കൊണ്ട്, സത്യം മാത്രം പറയുന്ന നാവ്, അതായത് കളവ് ഇതുവരെ ലോകത്ത് തമാശക്ക് പോലും പറയാത്ത ഹബീബിന്റെ നാവ് കൊണ്ട് ആയതുകൊണ്ട് തന്നെ അവിടുന്ന് കുറച്ചു കാലം കഴിഞ്ഞ സമയത്ത് ഒരു യാത്രാ സംഘത്തിന്റെ കൂട്ടത്തിൽ പോകുമ്പം അവിടുന്ന് നരി പിടിച്ചു പോവാണ്. അത് വല്ലാത്തൊരു ചരിത്രമാണ്. അപ്പൊ അതുപോലെ തന്നെ സ്വർഗീയ ഹൂറിലീങ്ങൾ, അതായത് സ്വർഗത്തിലേക്ക് പോകുന്ന സ്ത്രീകളുടെ നേതാവായിട്ടാണ് ആരെ നിശ്ചയിച്ചിരിക്കുന്നത്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ നിശ്ചയിച്ചിരിക്കുന്നത്. അത് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വർഗീയ ഹൂറികളുടെ നേതാവാണെന്ന്. എല്ലാവരും
നമുക്ക് നേതാവിലേക്ക് എല്ലാ ദിവസവും കിടന്നുറങ്ങുമ്പോൾ ഒരു ഫാത്തിഹ ഓതാൻ മറക്കരുത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. കാരണം സ്ത്രീകളുടെ നേതാവ് എന്ന് പറയുമ്പം അത് നേതാവ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കളവ് പറയാത്ത നാവ് കൊണ്ട് പറഞ്ഞ വാക്കാണ്. സ്വർഗീയ സ്ത്രീകളുടെ നേതാവ് എന്റെ ഫാത്തിമയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫാത്തിമ ബീവി സ്വർഗീയ സ്ത്രീകളുടെ നേതാവാണ്. നിത്യം ഒരു ഫാത്തിഹയിൽ ഉൾപ്പെടുത്താൻ ആരും മറക്കരുത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഇൻഷാ അല്ലാഹ് ഫാത്തിമ ബീവിയെ കുറിച്ച് 1-2 മർമ്മപ്രധാനമായ വിഷയം കൂടി ചരിത്രത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ആ ചരിത്രം തൊട്ടടുത്ത് ഈ ചാനലിൽ തന്നെ ഇന്നോ അല്ലെങ്കിൽ നാളെ തന്നെ ഞാൻ വിടും. അതുകൊണ്ട് അതിന്റെ തൊട്ട് ബാക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. കിട്ടാത്തവരൊക്കെ ചാനൽ ഫോളോ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഇനി ആർക്കെങ്കിലും അത് കിട്ടിയിട്ടില്ലെങ്കിൽ കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ ആ ചരിത്രത്തിന്റെ കോപ്പി ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആയിൽ എല്ലാവരും എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.